ഹായ് ഗായ്സ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പി സച്ചിദാനന്ദൻ എഴുതിയ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന നോവലിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഓദറിനെ പറ്റിയിട്ടാണ്. പി സച്ചിദാനന്ദൻ ഹു യൂസസ് ദ സ്റ്റുഡൻ നെയിം ആനന്ദ്. അദ്ദേഹത്തിൻ്റെ ഓമന പേരാണ് ആനന്ദ്. അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടാണ് റൈറ്റിങ്സ് ഒക്കെ എഴുതുന്നത്. പിന്നെ അദ്ദേഹം ജനിക്കുന്നത് 1936 ഇന്ത്യൻ റൈറ്ററാണ്. വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് റൈറ്റേഴ്സ് ഓഫ് മോഡേൺ മലയാളം ഫിക്ഷൻ. ആധുനിക മലയാള കഥാസാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരിൽ ഒരാളാണ് ഇദ്ദേഹം. His works are often experimental in nature and is preoccupied with the use and abuse of power and how it affects the common people. അദ്ദേഹത്തിൻ്റെ കൃതികൾ പലപ്പോഴും എക്സ്പെരിമെൻ്റൽ നേച്ചറുള്ളതും അധികാരത്തിൻ്റെ ദുർവിനിയോഗം എങ്ങനെ കോമൺ പീപ്പിളിനെ ബാധിക്കുന്നു എന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇദ്ദേഹത്തിന് ലഭിച്ച അവാർഡ്സ് ഏതൊക്കെയാണെന്നാണ്. He is a recipient of the Sahitya Academy Award and 3 Kerala Sahitya Academy Awards. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, വള്ളത്തോൾ അവാർഡ് എക്സെട്ര. ഇതൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ച അവാർഡ്സാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് ഏതൊക്കെയാണെന്നാണ്. ആൾക്കൂട്ടം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ജൈവമനുഷ്യൻ, ഗോവർദ്ധനൻ്റെ യാത്രകൾ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ്. ഇനിയും കുറേ വർക്ക്സ് ഉണ്ട്, നമ്മളിപ്പം കുറച്ച് വർക്ക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1974 ആനന്ദ് ഈ വർക്ക് മലയാളത്തിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഗീതാ കൃഷ്ണൻകുട്ടിയാണ് പിന്നീട് ഈ വർക്കിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. കഥയിലെ കേന്ദ്ര കഥാപാത്രം അയാളോട് അടുപ്പമുള്ള ഒരാളുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പോകുകയാണ്. മരണപ്പെട്ട ആളുടെയോ കേന്ദ്ര കഥാപാത്രത്തിൻ്റെയോ ഒരു വിവരങ്ങളും ഇവിടെ നൽകുന്നില്ല. അതായത് പേരോ വിലാസമോ ഒന്നും തന്നെ ഈ ഒരു നോവലിൽ പറയുന്നില്ല. കേന്ദ്ര കഥാപാത്രവും മരിച്ച ആളും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ് ഉള്ളത് എന്നതുപോലും ഈ നോവലിൽ റിവീൽ ചെയ്യുന്നില്ല. നിയമത്തിൽ വലയുന്ന കോമൺ പീപ്പിളിനെ പറ്റിയിട്ടാണ് ഈ ഒരു നോവലിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു നോവലിൽ മരിച്ചു എന്നാൾ മരണപ്പെട്ടത് ലാസ്റ്റ് ട്യൂസ്ഡേ ആണ്. അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര കഥാപാത്രം ക്ലർക്കിനെ സമീപിക്കുന്നത്. ക്ലർക്ക് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മരണ സർട്ടിഫിക്കറ്റ് തരാമെന്നാണ്. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര കഥാപാത്രം ക്ലർക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മരണ സർട്ടിഫിക്കറ്റ് മുനിസിപ്പൽ ഡെത്ത് ഓഫീസിൽ നിന്ന് വാങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. രജിസ്ട്രേഷൻ ഫീസും അപേക്ഷാ ഫോമും അടയ്ക്കാത്തതിനാൽ സൗഹാർദ്ദപരമായ മനോഭാവത്തിൽ സംസാരിച്ചിരുന്ന ക്ലർക്കിൻ്റെ വോയിസ് പെട്ടെന്ന് തന്നെ മാറുന്നു. കുറച്ചു സമയത്തിന് ശേഷം ക്ലർക്ക് മുഴുവൻ കാര്യങ്ങളും കണക്കാക്കുകയും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി 30 രൂപ അടയ്ക്കാൻ കഥാപാത്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കേന്ദ്ര കഥാപാത്രം പൈസയൊക്കെ അടച്ചിട്ട് രസീത് ഹാജരാക്കുമ്പോൾ അത് ക്ലർക്ക് രജിസ്ട്രേഷനിൽ രേഖപ്പെടുത്തി അടുത്ത തവണ വരുമ്പോൾ മറ്റൊരു ഡോക്യുമെൻറ്റുമായി വരാൻ ആവശ്യപ്പെടുന്നു. ഇദ്ദേഹം നമ്മോട് പറഞ്ഞതുപോലെ തന്നെ നിയമത്തിൽ വലയുന്ന കോമൺ പീപ്പിളിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ഡോക്യുമെൻറ്റ്സും അത് ഓരോ തവണയായിട്ട് നമ്മൾ ഒരു കാര്യം കൊണ്ടു കൊടുക്കുമ്പോഴായിരിക്കും അടുത്ത ഡോക്യുമെൻറ്റ്സിന് അവർ പറയുക. അങ്ങനെ നമുക്കൊരു നൂലാമാല കെട്ടുകൾ എന്നൊക്കെ പറയാമല്ലേ, അത്രയധികം അവർ നമ്മളെ കഷ്ടപ്പെടുത്തും. മരണശേഷം ക്ലർക്കിൻ്റെ രജിസ്റ്റർ ചെയ്ത മരണം എല്ലാവരെയും അനശ്വരമാക്കിയെന്ന് അദ്ദേഹം പറയുന്നു. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഓരോ നിമിഷവും വയസ്സാകും, എന്നാൽ അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രായമാകില്ല. അതിനാൽ ക്ലർക്കിൻ്റെ രജിസ്ട്രേഷനിൽ മരണം രേഖപ്പെടുത്തുന്നു. രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിലൂടെ ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നു എന്ന തെളിവ് കൂടിയാണ്. മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ക്ലർക്ക് പറയുമ്പോൾ കേന്ദ്ര കഥാപാത്രത്തിന് അയാളുടെ ക്ഷമ നശിക്കുന്നു. കേന്ദ്ര കഥാപാത്രം എപ്പോഴെല്ലാം ക്ലർക്കിനെ കാണാൻ ഓഫീസിലേക്ക് വരുന്നുവോ അപ്പോഴൊക്കെ പുതിയ ഓരോ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാൻ ക്ലർക്ക് ആവശ്യപ്പെടും. ഓഫീസിൽ പുതിയ ക്ലർക്കിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഹാജരാക്കാൻ കഥാപാത്രത്തോട് വീണ്ടും ആവശ്യപ്പെട്ടു. കഥാപാത്രം പിന്നെയും മുനിസിപ്പൽ ഡെത്ത് ഓഫീസിലേക്ക് പോകുന്നു. അവസാനം കഥാപാത്രം തൻ്റെ പ്രയത്നത്തിൻ്റെ നിരർത്ഥകത തിരിച്ചറിയുകയും അവസാനം തൻ്റെ യാത്ര തന്നെ മരണ സർട്ടിഫിക്കറ്റായി മാറിയെന്ന് സ്വയം ആശ്വസിക്കുകയും ചെയ്യുന്നു. അതൊരു തരത്തിൽ തൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റായി പ്രവർത്തിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇതോടെയാണ് നോവൽ അവസാനിക്കുന്നത്.